എല്ലാവർക്കും സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യിൽ മലബാർ മിൽമയുടെ ചരിത്രത്തെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. കേരളത്തിലെ വടക്കൻ മേഖലയിൽ ക്ഷീരമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രധാന സഹകരണ സ്ഥാപനമാണ് മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ MRCMBU. ഇത് കേരള സഹകരണ ക്ഷീര മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ എന്ന സംസ്ഥാനതല സ്ഥാപനത്തിന്റെ കീഴിലുള്ള 3 മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്. 3 മേഖലാ യൂണിയൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം, എറണാകുളം, മലബാർ മേഖലയാണ്. ഇത് മലബാർ മേഖലയെക്കുറിച്ചാണ് ഇപ്പം പറയുന്നത്. മിൽമയുടെ രൂപീകരണ പശ്ചാത്തലം: 1970കളിൽ കേരളം പാൽ ഉൽപാദനത്തിൽ പിന്നോക്കമായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. വടക്കൻ കേരളത്തിലെ ക്ഷീരകർഷകർക്ക് ന്യായവില ലഭ്യമാക്കാതെയും വിപണന സൗകര്യങ്ങൾ കുറവായും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ 1970ൽ ആരംഭിച്ച ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ദേശീയ ക്ഷീര വികസന പദ്ധതി കേരളത്തിലെ ക്ഷീരമേഖലയ്ക്ക് പുതിയ ദിശ നൽകി. ഈ പദ്ധതിയുടെ ഭാഗമായി 1980ൽ കേരള സഹകരണ ക്ഷീര മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ രൂപീകരിക്കപ്പെട്ടു. കർഷകരുടെ ഉടമസ്ഥതയിലുള്ള സഹകരണ മാതൃകയിലൂടെയായിരുന്നു മിൽമയുടെ പ്രവർത്തനം. പ്രധാന തീയതികൾ: 1970 ഇന്ത്യയിൽ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചു. 1980 കേരള സഹകരണ ക്ഷീര മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ രൂപീകരണം. 1983 മിൽമയുടെ പ്രവർത്തനം കേരളത്തിൽ ശക്തമായി നടപ്പിലാക്കി. 1980കളുടെ മധ്യം മിൽമയുടെ 3 മേഖലാ യൂണിയനുകൾ രൂപീകരിച്ചു. മലബാർ മേഖലാ യൂണിയൻ MRCMBU പ്രവർത്തനം ആരംഭിച്ചു. മിൽമയുടെ പ്രവർത്തനങ്ങൾ മേഖലാപരമായി കാര്യക്ഷമമാക്കുന്നതിനായി കേരളത്തെ 3 മേഖലകളായി വിഭജിച്ചു. അതിൽ വടക്കൻ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന യൂണിയനാണ് മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ MRCMBU. അതിൻ്റെ പ്രവർത്തന പരിധികൾ: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം. മലബാർ മേഖലയുടെ ആസ്ഥാനം കോഴിക്കോടാണ്. പ്രധാന ലക്ഷ്യങ്ങൾ: വടക്കൻ കേരളത്തിലെ ക്ഷീരകർഷകർക്ക് ന്യായമായ വിലയും സ്ഥിര വരുമാനവും ഉറപ്പാക്കുക. ഗുണമേന്മയുള്ള ശുദ്ധ പാൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക. ഇടനിലക്കാരെ ഒഴിവാക്കി സഹകരണ വിപണന സംവിധാനം നടപ്പിലാക്കുക. ഗ്രാമീണ മേഖലയിൽ തൊഴിലും സാമ്പത്തിക പുരോഗതിയും സൃഷ്ടിക്കുക. മലബാർ മേഖലയെ പാൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക. പ്രധാന വ്യക്തികൾ: ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ മുഖ്യ ശില്പിയായിരുന്നു. അദ്ദേഹം രൂപപ്പെടുത്തിയ അമൂൽ മാതൃകയാണ് കേരളത്തിലെ മിൽമയുടെ മലബാർ മിൽമയുടെയും ആശയ അടിത്തറയായി മാറിയത്. മലബാർ മേഖലയിലെ ക്ഷീരവികസനത്തിനും അദ്ദേഹത്തിന്റെ ദർശനം വലിയ പ്രചോദനമായി. പ്രവർത്തനങ്ങളും വികസനവും: MRCMBUവിന്റെ കീഴിൽ ആയിരക്കണക്കിന് ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ലക്ഷക്കണക്കിന് ക്ഷീരകർഷകർ ഈ യൂണിയനിലൂടെ മിൽമയുടെ ഭാഗമാണ്. കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പാൽ ആധുനിക ഡയറി പ്ലാന്റുകളിൽ സംസ്കരിക്കുകയും ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ പാൽ മാത്രമല്ല വിവിധ മൂല്യവർദ്ധിത ക്ഷീരോൽപ്പന്നങ്ങളും മലബാർ മിൽമ വിപണിയിലെത്തിച്ചു. പ്രധാന ഉൽപ്പന്നങ്ങൾ: ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്, തൈര്, നെയ്യ്, വെണ്ണ, ഐസ്ക്രീം. സാമൂഹികവും സാമ്പത്തികവുമായ പ്രാധാന്യം: മലബാർ മിൽമ വടക്കൻ കേരളത്തിലെ ചെറുകിട ക്ഷീരകർഷകർക്ക് സാമ്പത്തിക സുരക്ഷ നൽകി. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മലബാർ മേഖലയിലെ ക്ഷീരോത്പാദന വർധനവിൽ MRCMBU നിർണായക പങ്ക് വഹിച്ചു. ഇന്നത്തെ MRCMBU: ഇന്ന് മലബാർ മിൽമ വടക്കൻ കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ ക്ഷീര സഹകരണ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഗുണനിലവാര നിയന്ത്രണത്തിലും സാങ്കേതിക നവീകരണത്തിലും മുൻനിരയിൽ നിൽക്കുന്ന ഈ യൂണിയൻ കർഷകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എന്ന സഹകരണ ആശയം വിജയകരമായി നടപ്പിലാക്കി മുന്നേറുകയാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ.